നവകേരളം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുമെന്നും അതിന് ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇടുക്കി തങ്കമണിയിൽ സാന്ത്വനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. 2022 മുതൽ സ്വാന്തന പരിചരണ രംഗത്ത് സാന്ത്വനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം 5 നിയോജക മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടനമാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ഹാപ്പിനെസ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പുതിയ മുദ്രാവാക്യമെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം സന്തോഷാത്മകമാക്കുകയാണ് പാർട്ടിയും സർക്കാരും ലക്ഷ്യമിടുന്നത്. നമുക്ക് ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു വിഷയം പാലിയേറ്റീവ് മേഖല ഉൾപ്പെടെയുള്ള സ്വാന്തന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കലക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുടനീളം ആ പ്രവർത്തനം നടന്നു വരികയാണ്. വിവിധ പരിപാടികളാണ് അവർ ഏറ്റെടുത്ത് ഫലപ്രദമായി കൈകാര്യം ചെയ്യുക. ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള മൊബൈൽ പാലിയേറ്റീവ് യൂണിറ്റുകളുടെ ഫ്ളാഗ് ഓഫും ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ജില്ലയിൽ 157 യൂണിറ്റുകളിലായി 500 വോളണ്ടിയർമാർക്കാണ് പ്രത്യേക പരിശീലനം നൽകിയിരിക്കുന്നത്. അവിടെ വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം എത്തി അവർക്ക് ആവശ്യമായ മരുന്ന്, മറ്റ് പരിചരണം ഉൾപ്പെടെയുള്ള നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 400ഓളം വരുന്ന വോളണ്ടിയർമാരെ തയ്യാറാക്കിയിട്ടുണ്ട്. 5 അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിലുള്ള കോർഡിനേഷൻ രൂപീകരിക്കും. സ്വാന്തനം ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ച 2 വീടുകളുടെ താക്കോൽദാനവും 2 പുതിയ വീടുകൾക്കുള്ള തറക്കല്ലിടലും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.